ആശാമാരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാനും സ്വിഗ്ഗി സൊമാറ്റോയൊക്കെ ഓടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം 2-3 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഒരു ചേട്ടൻ ഫുഡ് കൊണ്ടു കൊടുക്കാൻ ലേറ്റായെന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ തലയ്ക്ക് ഇസ്തിരി പെട്ടി വെച്ച് അടിച്ച് മുറിവേൽപ്പിച്ചു, തയ്യലൊക്കെ ഉണ്ടായി. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നത് കാരണം നമ്മുടെ ഗ്രൂപ്പിലും അത് വന്നു കേട്ടോ. ചേട്ടൻ്റെ തല മുറിഞ്ഞ് തയ്യലിട്ടിട്ടുള്ള ഫോട്ടോയും അതിന് മുമ്പുള്ള ഫോട്ടോയും റെക്കോർഡിങ്ങും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ ഫുഡ് ലേറ്റായെന്ന് പറയുന്നത്, നിങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോട്ടലുകാർ നമുക്ക് ഫുഡ് തന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളിൽ കൊണ്ട് തരാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷേ നമുക്ക് അവിടെ നിന്ന് പിടിച്ച് വലിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ ഹോട്ടലുകാരെന്ന് പറയുന്നത്, നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ആ ഫുഡ് നമ്മളെ തരത്തുള്ളൂ. ഈ ഫുഡ് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കിടന്ന് മരണ ഓട്ടോണ് ഓടി നിങ്ങളതിൽ കൊണ്ട് നമ്മൾ ഫുഡ് കൊണ്ട് തരുന്നത്. അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. ഇല്ലാത്ത പക്ഷേ നിങ്ങൾ കയറി ഒരു വ്യക്തി അടിച്ചെന്ന് പറയും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകണമെന്നില്ല. അത് അത്ര എനിക്ക് പറയാനുള്ളത്. ഏത് കൊമ്പനായാലും ശരി തന്നെ, ഏത് വലിയവനായാലും ശരി തന്നെ, ഈ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുന്ന എല്ലാ ഡെലിവറി പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ വന്ന് ജോലി ചെയ്യുന്നത്. ഈ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ട്രാഫിക്കിൻ്റെ ഇടയിലും ഈ മരണത്തിൻ്റെ പേടി വരുന്നുണ്ട്. കാരണം വണ്ടിയല്ലേ അവർ ഓടിച്ച് വരുന്നത്, അല്ലാതെ നടന്നല്ലല്ലോ നടന്നു വന്നാൽ പോലും ഈ ലോകത്ത് വണ്ടികൾ വരെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇടിക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പോലും നിങ്ങൾക്ക് കൊണ്ട് ഫുഡ് തരുന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സാക്ഷിയെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്നവർ ഒന്ന് കരുതണം. കാരണം ഈ മഴയൊന്നും വെയിലൊന്നും ഇല്ലാതെ ഒരു ഓർഡർ 5 കിലോമീറ്ററിനകത്ത് കൊണ്ട് തന്നാൽ വെറും 25 രൂപയെ അവർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ 50,000 രൂപയൊന്നും കിട്ടത്തില്ല. ഈ 25 രൂപ കിട്ടാൻ വേണ്ടിയാണ് അവർ നിങ്ങളതിൽ കൊണ്ട് ഈ ഓർഡർ കൊണ്ട് തരുന്നത്. ഈ 25 രൂപ എന്ന് പറയുന്നത് ഒരു 4 ഓർഡർ ആയാൽ മാത്രമേ 100 രൂപയെങ്കിലും ആവുള്ളൂ. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. നിങ്ങൾ ടിപ്പ് കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. അല്ലാതെ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് 5 മിനിറ്റ് താമസിച്ചു എന്നും പറഞ്ഞ് അവരെ തലയ്ക്ക് ഇസ്തിരിപ്പെട്ട് വെച്ച് അടിക്കുകയല്ല ചെയ്യേണ്ട. ആദ്യം ഒരു മനസ്സാക്ഷി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും വേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, ഞാൻ സ്വിഗ്ഗി സൊമാറ്റോയൊക്കെ ഓടുന്നത് തന്നെ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്ററിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഫുള്ള് തെളിവുണ്ട്. കാരണം നമ്മളെ ഗ്രൂപ്പിൽ ചേട്ടൻ്റെ തലയിൽ മുറിവുള്ളതുകൊണ്ട് സ്റ്റിച്ചിട്ട ഫോട്ടോയുണ്ട്, റെക്കോർഡിങ് എല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഞാനതൊന്ന് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, ഇതുവരെ ഇങ്ങനെ റിയാക്ട് പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ വന്നത്, ഫുഡ് ഓർഡർ ചെയ്യുന്നവർ ഒരു കാര്യം മാത്രം വിചാരിക്കുക, അവരും മനുഷ്യരാണ്, അവരും മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നിങ്ങൾക്ക് പണമുണ്ട്, അവർക്ക് പണമില്ല, അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ അവരെ ഇങ്ങനെയൊന്നും ക്രൂരമായിട്ടൊന്നും മർദ്ദിക്കരുതെന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം അവർ പാവപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കടന്ന് ഓടുന്നത്. മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഈ സിറ്റിയിലേക്ക് കടന്ന് ഓടുമ്പോൾ തന്നെ അറിയാം, ഓരോ വണ്ടികളുടെ ഇടയിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് കൊണ്ട് തരുന്ന ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇനിയെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്നവർ അല്പം ലേറ്റായി കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കുക. ഈ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന ചേട്ടന്മാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ, ഈ 4 മണി ആയപ്പോഴും ചിലപ്പോൾ ഫുഡ് കഴിക്കാതെയായിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഒന്ന് മനസാക്ഷി കാണിക്കുക.